ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ച്, വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അതായത് 2021 മുതൽ അങ്ങോട്ട് എങ്ങനെയാണ് കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വരാൻ പോകുന്നത് എന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മനസ്സിലാക്കാനുള്ളത് കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഇനി വരാൻ പോകുന്ന, അതായത് 2021 അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. സോ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2020 വരെയുള്ള സിറ്റുവേഷൻ കൂടി ഒന്ന് ഫ്ലാഷ് ബാക്കിൽ കൂടി കടന്നു പോകുന്നത് നല്ലതാണ്. 2018 മാർച്ച് വരെ വിദൂര വിദ്യാഭ്യാസവും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും എന്നുള്ളത് വളരെ കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. UGCയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട് വിദൂര വിദ്യാഭ്യാസത്തെ ഇന്ത്യയിൽ മൊത്തമായി കേന്ദ്രീകരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU ആയിരുന്നു. പക്ഷേ UGCയുടെ കയ്യിൽ വന്നതിന് ശേഷം ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ റെവല്യൂഷണറി മാറ്റങ്ങൾ വരുന്നത്. സോ ഇതിന് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും 3 ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളാണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. സോ ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഒബ്വിയസ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി പവർഫുൾ ആണ്. അവർക്ക് അവരുടെ ബൗണ്ടറീസ് ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സ്വാതന്ത്ര്യം പ്രൈവറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്. സോ ആ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും കൂട്ടുകാരും 2018 മാർച്ച് വരെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നത്, തമിഴ്നാട്, കർണാടക പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ, രാജസ്ഥാനിലുള്ള ജയ്പൂർ യൂണിവേഴ്സിറ്റി, ചിലപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളും കേരളത്തിലെ ഏജന്റ് വഴികൾ ചെയ്യാറുണ്ട്. സോ കേരളത്തിൽ തന്നെ അവർക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കി, അങ്ങനെ എക്സാമിനേഷനൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ബൗണ്ടറിക്ക് പുറത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കിയതാണ്. സോ ഇക്വാലൻസി സർട്ടിഫിക്കറ്റുകളുടെ പ്രാധാന്യം അവിടെ വന്നു. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അവരുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള UGC അപ്രൂവ് ചെയ്ത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നേടേണ്ടതായിട്ട് വരുന്നുണ്ട്. മെയിനായിട്ടും നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നു, PSC പോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ. സോ അത് ഒരു കാര്യം. മറ്റത്, നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓവർസീസിൽ പോകുമ്പോൾ എംബസി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിപ്പെൻഡൻസി വരുമ്പോൾ പല രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ വർക്ക് അധികമായി വരാറുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ മെയിനായിട്ടും കേരള, കണ്ണൂർ, കാലിക്കറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റികളും അതോടൊപ്പം IGNOU യൂണിവേഴ്സിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് 2018 ശേഷം കുറച്ചും കൂടി കൂടുതൽ ആധിക്യത്തിൽ വന്നത്. അതിനെക്കുറിച്ചൊക്കെ പല എപ്പിസോഡുകൾ ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ചെയ്തിരുന്നു. എപ്പിസോഡുകളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്ലേലിസ്റ്റുകളുണ്ട്. അതിൽ എല്ലാ എപ്പിസോഡുകളും വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള പ്ലേലിസ്റ്റിൻ്റെ കാർഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് 2021 അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പല കൂട്ടുകാർക്കും അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഏക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. സോ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമസഭയിൽ ഗവൺമെൻറ് പാസ്സാക്കിയ നയമാണ്, ഇനി കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്നെങ്കിൽ അത് ത്രൂ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കും. സോ നിലവിലുള്ള കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവർക്ക് തുടരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഓർഡിനൻസ് വഴിയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഓർഡിനൻസിന് അതിൻ്റെതായ വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനെ നിയമമാക്കി കൊണ്ടുവരേണ്ട കാര്യം ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഏതായിരുന്നാലും അത് ഒരു പോളിസി മേക്കിംഗ് ഭാഗമാണ്. ഫറസ് നമുക്ക് സ്റ്റുഡൻസിന് അറിയേണ്ടത്, കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിർത്തലാക്കും എന്നുള്ളതാണ്. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയതായി എൻറോൾ ചെയ്യുന്നത് ത്രൂ പുതിയ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇനി വരുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ അക്കാദമിക് വർഷത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ UGCയുടെ അപ്രൂവലും അതോടൊപ്പം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല.
അതുകൊണ്ട് കഴിഞ്ഞ വർഷം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പകരം കേരളത്തിലെ സ്റ്റുഡൻസിന് ആവശ്യമായ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷം, അതായത് 2021 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 27 പ്രോഗ്രാമുകൾ, അത് 20 ബിരുദ പ്രോഗ്രാമുകളും 7 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. UGCയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അത് നേടാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിലുള്ള ഇതുവരെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ടിരുന്ന കണ്ണൂർ, കാലിക്കറ്റ്, കേരള, MG യൂണിവേഴ്സിറ്റിക്ക് ഒരു വർഷം കൂടി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാനുള്ള അപ്രൂവൽ, അംഗീകാരം കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതായത് 1 ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസത്തെ കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവർക്ക് ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോം നൽകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നില്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികൾക്ക് ആയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നൽകാനുള്ള അവസരം. അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ, ബിരുദമായാലും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളായാലും അതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ഡിപ്പെൻഡ് ചെയ്യപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഇവരുടെ സിലബസ് അല്പം പഴകിയിരിക്കുന്നു, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം, നമ്മുടെ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഭാഗമായി വന്ന പല കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരുന്നുണ്ട്. സോ അതൊക്കെ മാറ്റം വരുത്തി ഒരു പുതിയ സിലബസ് ഈ വർഷവും നമ്മുടെ എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റികൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഒരു ദുഃഖവാർത്ത തന്നെയാണ്. ഏതായിരുന്നാലും നമ്മുടെ വ്യൂവേഴ്സുമായും സബ്സ്ക്രൈബേഴ്സുമായും ഈ ഒരു എപ്പിസോഡിൽ കൂടി ഉണർത്താനുള്ളത്, നിങ്ങൾക്ക് ഈ വർഷവും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ കേരള, അതായത് കേരളത്തിലുള്ള ഡെഡിക്കേറ്റഡ് ആയ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച 4 യൂണിവേഴ്സിറ്റികൾ വഴിയോ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ന്യൂസ് ലിങ്ക്സും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്, വായിക്കാവുന്നതാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ്, പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാൻ മറക്കരുത്.